ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞങ്ങൾ ഖത്തറിൽ വന്നതിന് ശേഷം ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഫുഡാണ് കേട്ടോ ഈ ഫിഷ് ഗ്രില്ലെന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട് അടിപൊളി ഗ്രില്ല് കിട്ടണം. വക്രയിലും സൂക്ക് വാക്കിഫ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളി ഗ്രില്ലാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ആ മസാലയൊന്നുമല്ല, പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷ് ഗ്രില്ലിൻ്റെ റെസിപ്പിയാണ്. അതിനായി ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഹമ്മൂസിനുള്ള വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളക്കടല ഒരു രാവിലെ തന്നെ വെള്ളത്തിലേക്കിട്ട് കുതിരാനായിട്ട് വെച്ചു. എന്നിട്ട് കുതിർന്നതിന് ശേഷം നിരപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 തവണ വിസിലടിച്ച് വേവിച്ചെടുത്തു. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന മീൻ എന്ന് പറയുന്നത് സീബാസാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ സീബാസും ഒരു പകുതി സീബാസോടെയാണ്, എങ്കിലേ ഞങ്ങൾക്ക് തികയുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്ന മസാലയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു 8 അല്ലി ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. ചുമന്നുള്ളിക്ക് പകരം ആരും സവാള ചേർക്കരുത് കേട്ടോ, എനിക്ക് ചുമന്നുള്ളിക്കാണ് ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൽ ചേർക്കുന്നത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തത്. അപ്പോൾ കുറച്ച് നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊരു എരിവൊക്കെ ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒട്ടും എരിവ് വേണ്ടാന്നുള്ളവർക്ക് 1 സ്പൂൺ ചേർത്താലും മതി, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താലും മതി. പിന്നെ ഞാൻ ഉപ്പിൻ്റെ നീര് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്തത്. ഇനി ഞാൻ ചേർക്കുന്നത് ഒരു വലിയ നാരങ്ങയുടെ പകുതി. വലിയ നാരങ്ങയാണെങ്കിൽ, ചെറിയ നാരങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ നാരങ്ങ ഉപയോഗിക്കാം. ഒരു വലിയ നാരങ്ങയുടെ പകുതി കുരു കളഞ്ഞ് അതിൻ്റെ നീരെടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ചേർത്തത് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്, സാധാ നമ്മുടെ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ. അത് കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സീബാസ്. അപ്പോൾ ഗ്രില്ല് ചെയ്യണ മീനാണെങ്കിൽ നമ്മളിവിടെ മീൻ മേടിക്കുന്നിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് അവർ ക്ലീൻ ചെയ്ത് തരും. അതുപോലെ അതിൻ്റെ അകത്തെ മുള്ളെല്ലാം പറക്കി കളഞ്ഞ് തരും കേട്ടോ. അപ്പോൾ അത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് മീൻ മേടിക്കുമ്പോൾ തന്നെ ഗ്രില്ല് ചെയ്യാനാണെന്ന് നേരത്തെ പറഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്ത് മേടിക്കുന്നത്. അപ്പം നാട്ടിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ സാധാ മീൻ പോലെ തന്നെ നന്നായിട്ട് വരഞ്ഞ് ഈ മസാല അങ്ങ് പുരട്ടി ചുട്ടെടുത്താലും മതി. ഇനി നമ്മളിതിനെ ഒന്ന് മറച്ചിട്ട് മറ്റേ സൈഡിലും കൂടി കുറച്ച് മസാല ഒന്ന് പുരട്ടി കൊടുത്ത് നമ്മളൊന്നുകൂടി ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ മസാലയെല്ലാം പുരട്ടി കഴിഞ്ഞിട്ടൊരു 3 മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. നമ്മളിവിടെ ഒരു 1.5 മീനാണ് ഇവിടെ നമ്മൾ മസാല പുരട്ടി എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അതിനെ രണ്ടിനെ ഒരുമിച്ച് വെച്ചിട്ട് 2 സൈഡിലും മസാല പുരട്ടി ഒരുമിച്ച് വെച്ചിട്ട് ഞാനൊരു ക്ലിങ് ഫിലിം ഇട്ട് റാപ്പ് ചെയ്ത് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഇപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളിത് ഗ്യാസിൻ്റെ കുക്കിംഗ് റേഞ്ചിലാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് ഫ്ലെയിമാണ് ആദ്യം ഓൺ ചെയ്യേണ്ടത്. എന്നിട്ട് തൊട്ട് താഴെയുള്ള റാക്കിൽ വെക്കരുത്, അതിൻ്റെയും താഴെയുള്ള റാക്കിലേ വെക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഡോർ ഫുള്ളി ക്ലോസ് ചെയ്ത് വെക്കരുത്, ടോപ്പ് പോർഷൻ കുറച്ച് ഓപ്പൺ ചെയ്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തെ എയർ സർക്കുലേറ്റ് ചെയ്യില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ മുകളിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിതിൻ്റെ റാക്ക് ഏറ്റവും താഴത്തേക്ക് മാറ്റിയിട്ട് മേളത്തെ ഫ്ലെയിം ഓഫ് ചെയ്ത് താഴത്തെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. അപ്പോഴാണ് അടിഭാഗം നന്നായിട്ട് കുക്കായി വരുള്ളൂ. താഴെ നമ്മൾ ഫ്ലെയിം ഓപ്പൺ ചെയ്തിരിക്കുന്നത് 200 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ആ ഹൈ ടെമ്പറേച്ചറിലാകുമ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ടും കിട്ടും. അപ്പോൾ നമ്മുടെ മീൻ ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അതിനാവശ്യമുള്ള ഹമ്മൂസ് റെഡിയാക്കാം. ഹമ്മൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറബിക് സൈഡ് ഡിഷാണ്. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അറബിക് സൈഡ് ഡിഷാണ്. അപ്പം നമ്മളത് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല എടുത്ത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. 1/2 കപ്പ് വെള്ളം കൂടി അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് വേവിക്കുമ്പോൾ കിട്ടുന്ന വെള്ളം ഒഴിക്കാമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ തഹിനയാണ്. തഹിന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്ത എള്ള് വറുത്ത് അരച്ച പേസ്റ്റാണ്. അപ്പോൾ എള്ളൊക്കെ അലർജി ഉള്ള കുഞ്ഞുങ്ങൾക്ക് അത് ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി ഞാൻ അതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 1/2 നാരങ്ങയുടെ നീരാണ്. പിന്നെ ഞാൻ ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്നും വേവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഹൈ ആണ്.
കാൽഷ്യം റിച്ച് ആണ്, പ്രോട്ടീൻ ഉണ്ട്, എല്ലാം കുഞ്ഞുങ്ങൾക്ക് ഈ അലർജി ഇല്ലാത്ത കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു സൈഡ് ഡിഷാണ്. നമ്മൾ ഈ മയണൈസൊക്കെ പിള്ളേർക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലതാണിത്. അപ്പോൾ എനിക്ക് വെള്ളം കുറവായിട്ട് ഫീൽ ചെയ്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളത്തോടെ ചേർത്ത് ഞാൻ ഒന്നോടെ അരച്ചു. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പാകം. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ കുറച്ച് ഒലിവ് ഓയിലോടെ ചേർത്ത് ഞാൻ ഡെക്കറേറ്റ് ചെയ്തു. ഈ ഒലിവ് ഓയിലും ചേർത്ത് ഈ ഹമ്മൂസ് കഴിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രുചി നമുക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ ഗ്രില്ലിൻ്റെ കൂടെ കഴിക്കാനുള്ള ഹമ്മൂസും സാലഡും ദോശയും എല്ലാം റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. താങ്ക്